സ്വാതന്ത്ര്യദിന സന്ദേശ വാഹന റാലിയാണ് കോവളം ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച് ഈ തെരുവീതിയിലൂടെ കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് രാവിലെ കോവളത്തു നിന്ന് ആരംഭിച്ച സ്വാതന്ത്ര്യദിന സന്ദേശ റാലി IPC ഭാവനാടകവും നവീകരണ സന്ദേശങ്ങളും അറിയിച്ചുകൊണ്ട് ഭാരതത്തിന്റെ 78ാമത് സ്വാതന്ത്ര്യദിന ആഘോഷത്തിന്റെ ഭാഗമായി ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭ IPC കോവളം ഏരിയയുടെ പുത്രികാ സംഘടനകളായ സൺഡേ സ്കൂൾ വിഭാഗം കൊയ്യർ ഒരു ഗാനം ശുശ്രൂഷയോടുകൂടി ഇതിന്റെ ഉദ്ഘാടന മീറ്റിംഗ് ആരംഭിക്കുകയാണ്. രാജ്യം 78ാമത് സ്വാതന്ത്ര്യ ദിന ആഘോഷം ഇന്ത്യ ഒട്ടുക്ക് നടത്തപ്പെടുമ്പോൾ ഈ കവലയിൽ കേരള സർക്കാരിന്റെ മദ്യ വിമുക്ത കേരള സ്വാതന്ത്ര്യ ദിനം കൊണ്ടാടുമ്പോൾ തന്നെ നമ്മുടെ തലമുറകൾ ഇന്ന് ബന്ധിതരായി തീർന്നിരിക്കുകയാണ്. വിശേഷാൽ ലഹരിക്ക് അടിമ കൂടി യാത്ര ചെയ്ത് കൊറ്റാമത്ത് ഇന്ന് വൈകിട്ട് സമാപിക്കുന്നു. ഇപ്പോൾ സുനിൽ പട്ടിമറ്റം നയിക്കുന്ന മദ്യത്തിനും മയക്കുമരുന്നിനുമെതിരെ കയ്യൂരം ഭാവനാടകവും നവീകരണ സന്ദേശങ്ങളും അറിയിച്ചുകൊണ്ട് ഭാരതത്തിന്റെ 78ാമത് സ്വാതന്ത്ര്യദിന ആഘോഷത്തിന്റെ ഭാഗമായി ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭ IPC ആരംഭിക്കുന്നതാണ്. എല്ലാ നാട്ടുകാരെയും ഞങ്ങൾ ഈ സ്ഥലത്തേക്ക് സ്വാഗതം ചെയ്യും. സുനിൽ പട്ടിമറ്റം രചനാ സംവിധാനം നടത്തിയ ലഹരിക്കെതിരായിട്ടുള്ള ബോധവൽക്കരണ പ്രാചീന കലാരൂപമായിരിക്കുന്ന പപ്പറ്റ് ഷോ ഇവിടെ ആരംഭിക്കുകയാണ്. ഇത് കാണുവാനായി എല്ലാ പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യും. ജീവിതത്തിന്റെ മൂല്യമറിയാതെ മനുഷ്യർ ലഹരിക്കും അതുമൂലം അധാർമിക പ്രവണതകൾക്കും അടിമപ്പെടാതിരിക്കാൻ അവതരിപ്പിക്കുന്ന നാടകം തടവറ പണിയുന്നവർ. രചനാവിഷ്കാരം സുനിൽ പട്ടിമറ്റം. എന്റെ മോൾ കരയാണ്. പലഹാരം മേടിച്ചോണ്ട് വരും. എന്റെ മോള് കരയല്ലേ മോളെ? അല്ലമ്മേ, എന്നാ ഇനി നമ്മുടെ ഈ വിഷമം മാറുക? കൂട്ടുകാരൊക്കെ എന്നെ കളിയാക്കുക. എല്ലാം ശരിയാവും മോളെ. മോള് കരയാതെ. മഴ തുടങ്ങിയിട്ട് എത്ര നേരമായി? എവിടെ പോയി കിടക്കുകയാണോ?
മേടിച്ചോണ്ട് വരാമെന്ന് പറഞ്ഞ് തേങ്ങ വിറ്റ കാശുമായി പോയതാ. ഇതുവരെ വന്നില്ല. അമ്മേ, എനിക്ക് വിശന്നിട്ട് വയ്യ. എന്റെ മോളെ വിഷമിക്കാതിരിക്കും. അച്ഛനോട് നീ വരും. രാവിലെ പോയതാ, ഇതുവരെ എത്തിയില്ല. ദൈവമേ, എന്റെ ഒരു കാലക്കേട്. ഇനി വല്ല ഷോപ്പിൽ പോയി കിടക്കുകയാണാവോ? മഴയാണെങ്കിൽ നോക്കി വീട് മുഴുവനും ചോർന്നൊലിക്കുക. അതെങ്ങനെ? ഇതൊന്നും ഓലമേഞ്ഞ് കെട്ടാൻ കഴിയുന്നില്ല. കിട്ടിയത് മുഴുവൻ കുടിക്കാനല്ലേ ഉള്ളൂ. അമ്മേ, അച്ഛൻ എത്തിക്കഴിഞ്ഞു. എന്റെ ദൈവമേ, ഇന്ന് നല്ലവണ്ണം കുടിച്ചിട്ടുണ്ടെന്നാ തോന്നുന്നേ. ഇന്നെങ്കിലും എനിക്കൊന്ന് സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ. വണ്ടി നിർത്തിയത് ചേട്ടൻ എന്റെ വീടെത്തിയോ? അത് പറഞ്ഞപ്പോഴേ എന്നെ പിടിക്കുന്നുണ്ട്. ഭയങ്കര കഷ്ടമല്ലേ ഉദ്ദേശിക്കണ്ട. എനിക്ക് മുൻകൂടുക അറിയാം. എനിക്ക് വണ്ടി എനിക്ക് പോകണമെന്ന് എന്നെ പിടിക്കണ്ട. ഞാൻ ഇറങ്ങിക്കോളാം. ഞാൻ ഇതിനു മുമ്പ് ഇറങ്ങിയിട്ടുള്ളതാ. ഞാൻ ഇറങ്ങിക്കോളാം. തന്റെ മോളാണോ നോക്കിക്ക് വരില്ലേ? എന്ത് പാവം. ഓക്കെ തനിക്ക് തന്റെ പൈസ കിട്ടിയത് ഞാൻ പോകെ. ഞാൻ പോകോളാം. എന്നെ ഉദ്ദേശിക്കണ്ട. എന്നെ ആരും ഉദ്ദേശിക്കണ്ട. ചേട്ടൻ വണ്ടിന്ന് കേട്ട് എനിക്ക് പോകണമെന്ന്. ഞാൻ പോടും. ദൈവമേ രക്ഷപ്പെട്ട്. അന്നക്കുട്ടി, അന്നക്കുട്ടി, എന്റെ മോളെന്തേടി? എന്റെ ചക്കര മോള് അന്നക്കുട്ടിയെ വിളിച്ച് കയറി വന്നിരിക്കുന്നു ഈ പാതിരാ നേരത്ത്. ഇവിടെ ഇന്ന് ഒരു മണി അരി പോലും ഉണ്ടോ കഞ്ഞി വെക്കാനായിട്ട്? കിട്ടുന്നത് മുഴുവൻ കള്ളുഷാപ്പിന് കൊടുത്ത് കയറി വന്നിരിക്കുക. എന്റെ അന്നക്കുട്ടി, ഇതൊക്കെ ഇതിലെ രാമൻകുട്ടിയുടെ ചെലവാ. ചുമ്മാ ഒരു കമ്പനിക്ക് കൂടിയതാ. സമയം പോയതാ. ഒരു കമ്പനി എത്ര നാളായി ഈ കഷ്ടപ്പാട് ഞാൻ അനുഭവിക്കാൻ തുടങ്ങിയിട്ട്. നീ പിണങ്ങാതെ ഒരു കമ്പനിക്ക്. അല്ല എടി മോളെന്തേടി? നമ്മുടെ മോള് വീട് മുഴുവൻ ചോറ് പൊലിച്ച് എത്ര നാളായി കിടപ്പ് കേൾക്കാൻ തുടങ്ങിയിട്ട്. നീ ഒന്നും മിണ്ടാതിരിക്കേ. എന്റെ തൊണ്ട തുറക്കരുതോ? എനിക്കിത് സഹിക്കാൻ പറ്റുന്നില്ല. അവനെ ഞാൻ കൊന്നു. ഇന്നലെ ഭാര്യയെ കൊന്ന പ്രതിയെ കോടതിയിൽ ഹാജരാക്കണം. കൊണ്ടുപോകാവനെ. കൊണ്ടുപോകാ.
കക്ഷിയല്ലേ? നിന്റെ ഒരു കാലത്തിന് എടാ, ഒരു കള്ളുകൂടിയെങ്കിലും ജീവിതത്തിൽ രക്ഷപ്പെട്ടതായി നീ കേട്ടില്ല. നിന്റെ ഈ മുടിഞ്ഞ കള്ളുകൂടി മൂലം നീ എന്തെങ്കിലും നേടിയോ? ഇപ്പോഴും വീട്ടിൽ പട്ടിണിയല്ലടാ, ഒരു കൊലപാതക എന്ന പേരും. അതുപോട്ടെ, നിന്റെ മോളെ ഇനി ആര് നോക്കടാ? നിന്റെ മദ്യപാനല്ലേ ഇതൊക്കെ വരുത്തി വെച്ചത്? എനിക്ക് എന്റെ മോളെ കാണണം സാർ. ഞാനും നിനക്കെന്ന് പറയാം. എന്റെ മദ്യപാനമാണ് എന്റെ ചർച്ച. കയ്യിൽ വന്ന പടവും പോയി ലഹരി മൂത്തപ്പോ. നീ കൂടുതലൊന്നും പറയണ്ട. അവനെ പിടിച്ച് സെല്ലിലിട്ടെ. എടോ, ആ ലോക്കപ്പിൽ കിടക്കുന്നവരുടെ ചായ കൊടുത്തു. ഹലോ ഹലോ എന്താ ചായ എന്നാ? ഹലോ ഹലോ ഒന്ന് പിടിച്ചോ. അയ്യോ ആശുപത്രി എത്തിക്കാൻ ആശുപത്രി സാറേ പിടിച്ചോ. ഡോക്ടർ, എങ്ങനെയുണ്ടാ പ്രതിക്ക്? മദ്യപാനത്തിന്റെ ബന്ധഫലമല്ലേ? കുറവുണ്ട്. ആ, അയാളെ പതുക്കെ കൊണ്ടുവരുന്നുണ്ട്. എങ്ങനെയുണ്ടടാ? തന്റെ ഒക്കെ മദ്യപാനം മൂലം തകർന്നു അല്ലേ? ഞാൻ എനിക്ക് അറിയാത്ത കാര്യം തന്റെ ശരീരം മുഴുവൻ മദ്യം വെളിയിൽ കഴിഞ്ഞു. ഞാനൊരു കുടിയനല്ലായിരുന്നു സാർ. ഒരു കമ്പനിക്കായിട്ട് തുടങ്ങി. എടോ, മദ്യത്തിന്റെ ഓക്സീകരണം കരളിൽ വെച്ചാണ് നടക്കുന്നത്. കരൾ നശിത്തും ക്രമേണ അത് രോഗമായി മാറും. മഹോദരമുതലായ രോഗമല്ല, ഇതിന് തുടക്കമാണ്. മദ്യപാനം മഹാരോഗത്തിന് കാരണമാകുന്നു. ഒപ്പം സമൂഹത്തിൽ മദ്യം ഹൃദയത്തെ കാറുതന്നുകയും കരളിനെ നിഷ്ക്രിയമാക്കുകയും ചെരുകുളിൽ നശിപ്പിക്കുകയും ചെയ്യും. കൂടാതെ മസ്തിഷ്കത്തെ മദ്യപിപ്പിക്കുകയും ചെയ്യുന്നു. ഇവനോട് കൂടുതലായിട്ടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി ഇവരെ കാത്തിരിക്കുന്നത് തടവറയാണ്. സ്വന്തം ഭാര്യയെ വെട്ടിക്കൊന്നത്. ഞാനെല്ലാം മനസ്സിലാക്കും. എന്റെ കുടുംബം, എന്റെ മകൻ, ഈ നശിച്ച മദ്യപാനം. അവന്റെ ഒരു കരച്ചില്. ഇനി കരഞ്ഞിട്ട് എന്താണ് കാര്യം? നോക്ക്, നിന്റെ മോള് ഹൃദയം പൊട്ടി കരയുന്ന കണ്ടോ? മദ്യപാനം മൂലം തകർന്നത് നിന്റെ ജീവിതം മാത്രമല്ല, പാപം പിടിച്ച ഒരു പെൺകുട്ടിയുടെ ജീവിതം കൂടിയാണ്. ഇതെല്ലാവർക്കും ഒരു പാഠമായിരിക്കട്ടെ. മദ്യപാനം കുടുംബത്തെയും സമൂഹത്തെയും മാത്രമല്ല, ആ വ്യക്തിയെ കൂടി ഇല്ലാതാക്കുകയാണ്. ഇത് കണ്ടെങ്കിലും നിന്നെ പോലുള്ളവർ ഇനി ജന്മമെടുക്കാതിരുന്നെങ്കിൽ. പ്രിയപ്പെട്ടവരെ, അടുത്ത കാലത്തായി നടന്നിട്ടുള്ള കൊലപാതകങ്ങളും ക്ഷണിച്ചത് എക്സൈസ് വകുപ്പിന്റെ പേരിലും എൻ്റെ പേരിലും ആദ്യമായി തന്നെ ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളു. ഈ 78ാം സ്വാതന്ത്ര്യത്തിനു വേണ്ടി നമ്മുടെ രാജ്യത്ത് വളരെ ശക്തമായി പോരാടിയ മഹാത്മാക്കൾ ഒത്തിരി.
താൻ ഇനി കരഞ്ഞിട്ട് കാര്യമില്ല. തന്റെ ശരീരം മുഴുവൻ മദ്യം വെളിയിൽ കഴിഞ്ഞു. ഈ കാഞ്ഞിരങ്ങളും പെൻഷനിൽ ബിസിനസും കൊച്ചു കൂട്ടുകാരൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കുന്നത്. എല്ലാവരും അടുത്തേക്ക് വന്നേ. എന്തിനാ അടുത്തേക്ക് വരേണ്ടത്? ഒരുപാട് കാര്യം പറയാനെന്നോ അല്ലേ? വർഗീസ് എന്നാണ് നീ അറിയോ? കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞല്ലേ? റോയ് സാറിനാണ് അറിയോ? ചിരി വന്നതിന്റെ കാര്യം എന്താ? ചിരിക്കണം. നമുക്ക് ചിരിക്കാൻ സ്വാതന്ത്ര്യമുണ്ട് അല്ലേ? കരയാൻ സ്വാതന്ത്ര്യമുണ്ടോ? അപ്പൊ ചിരിക്കാനും കരയാനും ഒക്കെ നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. നമ്മുടെ വികാരങ്ങൾ പ്രകടിപ്പിക്കാൻ നമുക്ക് സ്വാതന്ത്ര്യം ഉണ്ടല്ലേ? അല്ലേ? ശരിയല്ലേ? എന്തിന് എല്ലാവരും നിങ്ങളൊന്ന് കൈയടിച്ചേ. നമുക്കറിയാം നമ്മളോട് എത്തിയിരിക്കുന്ന ഒരു വലിയൊരു കാര്യം ആൾക്കാരുമായിട്ട് പങ്കുവയ്ക്കാൻ. എന്ത് കാര്യമാണ്? എനിക്കറിയില്ലേ? നീ അറിയില്ല. ഞാൻ പറഞ്ഞു, ഞാൻ ചോദിച്ചോ എന്ത് കാര്യം ചോദിക്കാം. അജയനൊക്കെ നോക്കി ചിരിക്കുകയാണ്. അപ്പൊ നമ്മള് ഇന്ത്യയുടെ സ്വാതന്ത്ര്യം ആഘോഷിക്കപ്പെടുന്ന ഈ മഹത്തായ സുദിനത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പങ്കുവയ്ക്കാനില്ലേ? നമുക്ക് എന്ത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി. പക്ഷെ നമ്മൾ പറയുന്നത് എന്താണ്? ആത്മാവിന്റെ സ്വാതന്ത്ര്യം. എങ്ങനെ? ലഹരിയിൽ നിന്നും സ്വാതന്ത്ര്യം ഉണ്ടാവണം, പിന്നെ ഭയത്തിൽ നിന്നും സ്വാതന്ത്ര്യം ഉണ്ടാവണം. അപ്പൊ ലഹരിയിൽ നിന്ന് നമുക്ക് സ്വാതന്ത്ര്യം വേണം, ഭയത്തിൽ നിന്നും സ്വാതന്ത്ര്യം വേണം, ജീവിതം തന്നെ സ്വാതന്ത്ര്യത്തിനായിട്ട് നമുക്ക് വേണം അല്ലേ? അതിന് എന്ത് ചെയ്യണം? സ്വാതന്ത്ര്യം നമ്മൾ നേടിയെടുക്കണ്ടേ? ഇന്ത്യയുടെ സ്വാതന്ത്ര്യം നേടിയെടുത്ത മഹാത്മാക്കൾ ഒത്തിരി പേര് നമ്മുടെ രാജ്യത്തുണ്ട്. നിരാഹാര സമരത്തിലൂടെയും സഹന സമരത്തിലൂടെയും എല്ലാം. സിനിമാശാലകൾ കയറി ഇറങ്ങുന്ന സോദാവേ, മദ്യശാലകൾ കയറി ഇറങ്ങുന്ന സോദാവേ, മദ്യം നിനക്ക് സമാധാനം നൽകയില്ല, മയക്കുമരുന്ന് നിനക്ക് സമാധാനം നൽകയില്ല, സിനിമാശാലകൾ നിനക്ക് സമാധാനം